ഹോണ്ട സിറ്റി 5th ജനറേഷൻ ഫേസ് ലിഫ്റ്റ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡ്രൈവ് റിവ്യൂ ആണ്. എന്തൊക്കെ മാറ്റങ്ങൾ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് എക്സ്റ്റീരിയർ, ഇൻറ്റീരിയേഴ്സ്, അതുപോലെ ഡ്രൈവിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സംസാരിക്കാം. സോ ഞാൻ ഇതിൻ്റെ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു ഈ ഒരു വാഹനം 6th ജനറേഷനാണെന്ന്. അപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ 6th ജനറേഷനാണ്. ഇന്ത്യയിലെ ഈ ഒരു വാഹനം 5th ജനറേഷനാണ്. 1981 ഇതുപോലെ ഒന്നുമല്ല, ഒരു ചെറിയ ഒരു 3 ഡോർ വാഹനം ഉണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ഹോണ്ട സിറ്റി എന്ന ഒരു നെയിം പ്ലേറ്റ് ക്യാരി ചെയ്ത്. അതിനുശേഷം ഇന്ത്യയിൽ 1998 ഇറങ്ങി. ഇന്ന് 2026 ആ ഒരു നെയിം പ്ലേറ്റ് സ്റ്റിൽ ആക്റ്റീവാണ്. കൃത്യമായി പറഞ്ഞാൽ 28 വർഷമായി ഈ ഒരു പേര് നമ്മൾ ഇന്ത്യയിൽ കേട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. ഹോണ്ട ഇന്ത്യ ഇതിൻ്റെ ലോഞ്ച് സമയത്ത് പറഞ്ഞ എന്താ വെച്ചാൽ ഈ കാണുന്ന ഹോണ്ട സിറ്റി 5th ജനറേഷൻ ഫേസ് ലിഫ്റ്റില്ലേ, ഇതാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും നീളം കൂടിയൊരു വാഹനം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വാഹനത്തിൻ്റെ വീതിയിൽ വലിയ മാറ്റങ്ങളില്ല. ഇൻ ടേംസ് ഓഫ് വീൽ ബേസിലെ മാറ്റമില്ല, പ്ലാറ്റ്ഫോമിലെ മാറ്റമില്ല, ഹൈറ്റിലെ മാറ്റമില്ല. സോ എങ്ങനെയാണ് നീളം കൂടിയതെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഓട്ടോ ഇൻഡസ്ട്രിയിലെ എവറി ആക്ച്വലി മാറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ മാറിയപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് ഇതിൻ്റെ ഈ ഒരു ബമ്പറിൽ വന്ന മാറ്റം കാരണം 1-2 കൂടിയിട്ടുണ്ടാവും. സോ അത് കാരണം തന്നെ ഇതിൻ്റെ കോമ്പറ്റേറ്റർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിന് ആ ഒരു ലെങ്ത്ത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അത് എവിടെ വന്നിട്ടുള്ള കൃത്യമായിട്ട് കാണിച്ചു തരാം. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ് നിന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു വാഹനം കുറച്ചും കൂടി ഇപ്പോൾ സ്ലീക്കറാണ്, കുറച്ചും കൂടി ഷാർപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ മുമ്പത്തെ 5th ജനറേഷൻ ആണെങ്കിൽ പോലും ഇതിൻ്റെ മുമ്പത്തെ വേർഷൻ കുറച്ചും കൂടി എന്താ പറയുക, പല സ്ഥലത്തും ഇതുപോലത്തെ ഷാർപ്നെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഷാർപ്പറാക്കാൻ 2 സംഭവങ്ങളാണ് ഇതിൽ ഹെൽപ്പ് ചെയ്യണത്. ഒന്ന് വന്നിട്ട് ഇതിൻ്റെ ഒരു ബമ്പർ. സോ ഈ ഒരു ബമ്പർ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. പല സ്ഥലത്തും നമുക്കൊരു ഷാർപ്നെസ് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ പഴയ വണ്ടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് ഷാർപ്നെസ് ഫീൽ ചെയ്യുക. പക്ഷേ ഇത് മൊത്തത്തിൽ ആ ഒരു ഷാർപ്പൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇതിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ ആ ഫേസിന് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഹണി കോം ഗ്രിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് നമ്മൾ എവിടെയെങ്കിലൊക്കെ വെയിലിൻ്റെ സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ ആ ഒരു സ്പേസിംഗ് ഇല്ല, അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഹോണ്ട സിറ്റിയുടെ ഫ്രണ്ടിൽ നമുക്കൊരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കാണാൻ സാധിക്കും. പിന്നെ ഈ ലോഗോ പ്ലേസ്മെൻ്റ് അകത്ത് വലിയ മാറ്റമില്ല, പക്ഷേ ഇതിൻ്റെ ലോഗോൻ്റെ കളറിൽ ചെറിയ മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി ഇതൊരു ബ്ലാക്ക് ബാക്ക് ഡ്രോപ്പിൽ ഒരു സിൽവർ ഫീൽ കിട്ടുന്നുണ്ട്. ഇതേ സെയിം മാറ്റം നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലും കാണാൻ സാധിക്കും. ഇനി കുറച്ചും കൂടി ഷാർപ്പനാക്കുന്ന സംഭവമാണ് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഹെഡ്ലാംപ്സ് സ്ലീക്കറായിട്ടുണ്ട്, പ്രൊജക്റ്റർ ടൈപ്പാണ്. കൃത്യം പറഞ്ഞാൽ 3 DRLs ഉണ്ട്. ഇവിടെ ഒരു DRL പാറ്റേൺ, ഇവിടെ ഒരു DRL പാറ്റേൺ, പിന്നെ ഇതൊരു കണക്റ്റഡ് DRL പാറ്റേൺ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാഹനം റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, കാരണം എനിക്ക് എപ്പോഴും ഇഷ്ടം നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന DRLs ആണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വാഹനങ്ങളും വരുമ്പോൾ ഒരുപോലെ തോന്നിക്കും. പ്രത്യേകിച്ച് ടാറ്റയുടെ വാഹനങ്ങളൊക്കെ പഞ്ച് ചെയ്താൽ, നെക്സോൺ ചെയ്താൽ, ഹാരിയർ ചെയ്താൽ തിരിച്ചറിയാൻ പറ്റില്ല, അടുത്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ DRL ഓഫ് ചെയ്യാൻ പറ്റും. സോ അത് നല്ല കാര്യം. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്തൊരു ഫോഗ് ലാമ്പ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഫോഗ് ലാമ്പ് ഇല്ലാത്ത വാഹനങ്ങളിൽ മിക്ക വാഹനങ്ങളും സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പ്സിൻ്റെ അകത്ത് ഒന്നല്ലെങ്കിൽ പവർ കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി കൂട്ടിയിട്ടുണ്ടാവും. ബട്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഹോണ്ട പറയുന്നില്ല. സോ ഈ വാഹനം രാത്രി ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ദാറ്റ് ഇതിൻ്റെ ലൈറ്റിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ. കാരണം ഇതിൻ്റെ മുമ്പത്തെ വേർഷൻ്റെ അകത്ത് കുറേ LED സ്ട്രിപ്സ് കാണാൻ സാധിച്ചു. അത് കാരണം തന്നെ ലൈറ്റിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. സോ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഹോണ്ട പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്ത് പറയാം. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ്. ഇതല്ലാതെ ഈ വാഹനത്തിൻ്റെ ബോണറ്റിലോ ബാക്കിയുള്ളൊരു കാര്യത്തിലോ ഒരു ചേഞ്ചും ഇല്ല. ഞാൻ ഓടിക്കുന്ന ഹോണ്ട സിറ്റി ഒരു പ്രോപ്പർ ഹൈബ്രിഡ് വേർഷനാണ്. അപ്പോൾ ഈ ഹൈബ്രിഡ് വേർഷൻ ഇന്ന് വന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം 2022 ആദ്യമായിട്ട് ഹൈബ്രിഡ് വന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് അനുസരിച്ച് ഹോണ്ടയുടെ ഹൈബ്രിഡ് സ്റ്റിൽ ബെറ്ററാണ് ഇൻ ടേംസ് ഓഫ് ടെക്നോളജി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഈ വാഹനത്തിന് പവർ ഔട്ട്പുട്ട് ഇഫ് കമ്പയർ ടു ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള IV-Tech വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. സോ ഇൻ ടേംസ് ഓഫ് ഫിഗേഴ്സ് കേസ് നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം 126 PS അറൗണ്ട് ഒരു 253 Nm ഓഫ് ടോർക്ക് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് കമ്പൈൻഡ് പവറാണ്. ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് എൻജിൻ്റെ മാത്രം പവർ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 98 PS ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 4 സിലിണ്ടർ എൻജിനാണ്, എറ്റ്കിൻസൺ സൈക്കിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ നോർമലി IV-Tech നോക്കുകയാണെങ്കിൽ അതിനകത്ത് 121 PS അറൗണ്ട് നമുക്കൊരു 145 Nm ടോർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ആ ഒരു സൈലൻസ് തന്നെയാണ്. വാഹനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ശബ്ദമൊന്നും അകത്ത് കേൾക്കില്ല, അന്നും കേൾക്കില്ല, ഇന്നും കേൾക്കില്ല. അതിനനുസരിച്ച് ഇവിടെ സീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു വാഹനം അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്കറിയാം ജപ്പാനീസ് ബ്രാൻഡാണ്. ഇനിയിപ്പോൾ ജർമ്മൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചില സാധനങ്ങളിലാണ് ട്വിസ്റ്റ് ഉള്ളത്. ഇപ്പോൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വാഷർ ഫ്ലൂയിഡ് നിറയ്ക്കുക. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ക്വാളിറ്റി ഒരു മെയിൻ ഇഷ്യൂ ആണ്. രണ്ടാമത്തെ കേസ് ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ ഫിൽറ്ററിങ് സെറ്റപ്പ് ഇല്ല ഇതിൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ സ്കോഡയുടെ
ഈ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ പറയില്ല സിംപ്ലി ക്ലെവർ തോട്ടാണ്. കാരണം നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ കൺവീനിയൻസ് അവർ ചിന്തിക്കും, ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല. ഇവരുടെ ഏക ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, യെസ് റിലയബിലിറ്റി. ആ കേസിൽ ഹോണ്ടേനെ മുട്ടാൻ വേറൊരു വാഹനം ഇല്ല. 5th ജനറേഷൻ ഫേസ് ലിഫ്റ്റഡ് സിറ്റി ലെങ്ത്തിൽ നീളം വെച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കത് ഫീൽ ചെയ്യും ജസ്റ്റ് ബിക്കോസ് ഓഫ് ഒരു ബമ്പേഴ്സിൻ്റെ അകത്ത് വന്ന മാറ്റം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു അപാകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അപാകത നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. സോ കാണുമ്പോഴൊക്കെ ഭയങ്കര ഷാർപ്പനാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് പ്രൊഫൈൽ. ബട്ട് ഇതിന് ഓവറായിട്ടുള്ളൊരു ഓവർ ഹാങ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓവർ ഹാങ് എന്ന് പറയുന്നത് ഈ ഒരു ടയറിൻ്റെ അവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള ആ സ്ഥലത്തിന് നമ്മൾ ഓവർ ഹാങ് എന്ന് പറയാം. അപ്പോൾ എത്രത്തോളം ഓവർ ഹാങ് കുറയും അത്രയും വണ്ടി കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷേ ഈ മാത്രം ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിലും റിയറിലും ഏകദേശം ഒരേപോലത്തെ ഒരു ഓവർ ഹാങ് ആണ്. അപ്പോൾ അത് എനിക്ക് അത്രയും ഈ വണ്ടീനെ അട്രാക്റ്റീവ് ആക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്തെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇത്രയും വലിയൊരു ഓവർ ഹാങ് ആണ് പുതിയ 5th ജനറേഷൻ ഫേസ് ലിഫ്റ്റഡ് സിറ്റികളിൽ. ഇനി ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ചാണ്. നാരോ ടയേഴ്സാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് വേറൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഹെക്ടറൊക്കെ ഇറങ്ങിയില്ലേ, ഹെക്ടർ ഇനീഷ്യൽ സ്റ്റേജിൽ ഇറങ്ങിയപ്പോൾ വെച്ചാൽ വലിയൊരു ബോഡിയായിരുന്നു, പക്ഷേ ചെറിയ ടയേഴ്സ് എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ എവിടെയെങ്കിലൊക്കെ പ്രശ്നമാണ്. അതിന് ശേഷമാണ് അവർ ടയർ സൈസ് കൂട്ടിയത്. സോ ഈ ഒരു വണ്ടിക്ക് ഇവർ പറഞ്ഞ പോലെ നീളം കൂടി, അതുപോലെ ഓവർ ഹാങ് കൂടി, ബട്ട് സ്റ്റിൽ ടയർ സൈസ് സ്കിന്നിയാണ്. ബട്ട് ഇതൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിൽ എഫക്റ്റ് ചെയ്യില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഈ വാഹനം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് ഞാൻ പറഞ്ഞു. ഇനി ഇതിനകത്തുള്ള അലോയിൻ്റെ പാറ്റേൺ ആക്ച്വലി വണ്ടിക്ക് മാച്ച് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു കളറിന് എന്തായാലും മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ലോഡഡ് അല്ലാത്തൊരു വാഹനമായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്നില്ല. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ. സോ ഈ ഒരു ഭാഗത്തും ക്യാമറ വന്നത്. അത് മാത്രമല്ല തന്നെ ഒരു സ്ഥിരമായി ഇവിടെ ഒരു ക്യാമറ കാണാൻ സാധിക്കും, അതാണ് ലെയിൻ വാച്ച് ക്യാമറ. അത് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ല നമുക്ക് സ്ഥിരം പഴയ ഓൾഡ് സ്കൂൾ ലെയിൻ മാത്രം വേണമെങ്കിൽ ആ ലെയിൻ വാച്ചിലേക്ക് പോവാം. എനിക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് തോന്നിയത് ലെയിൻ വാച്ചാണ്. കാരണം അതിലാണ് കുറച്ചും കൂടി ക്വാളിറ്റി. കാരണം ഇതിൻ്റെ സ്ക്രീനിൻ്റെ ക്വാളിറ്റി അത്രത്തോളം നമ്മളെ ഹാപ്പി ആക്കുന്നില്ല. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിലൊന്നും വലിയ മാറ്റമില്ല. അറൗണ്ട് 165 ആണ്. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അധികം ആളൊക്കെ വെച്ച് പോകുമ്പോൾ അടി തട്ടാനുള്ള ചാൻസസ് പ്രത്യേകിച്ചുണ്ട്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ ആൾക്കാരും ഈ വാഹനത്തിനൊക്കെ കമ്പയർ ചെയ്യുന്നത് SUV വെച്ചിട്ടാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ കോമ്പറ്റീറ്ററുള്ള സെഡാനിന് കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. സോ ഇവിടെ ഒന്നും എനിക്ക് വലിയ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒരു സൺറൂഫ് വരുന്നുണ്ട്. അതൊരു ഫുൾ പെയിൻ സൺറൂഫ് അല്ല, ഒരു ഹാഫ് പെയിൻ സൺറൂഫാണ്. ഷാർക്ക് ഫിൻ ആൻറ്റന ഉണ്ട്, അത്രേ ഉള്ളൂ. ഫ്രണ്ടിലും റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടീനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുപോലെ ബ്രേക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കൂടുമെന്നുള്ള കാര്യം ഡ്രൈവിൽ നോക്കാം. ഹോണ്ട സിറ്റി 5th ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റ്, യെസ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഫേസ് ലിഫ്റ്റിൻ്റെ അകത്ത് ഒരു വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. അത് എൻ്റെ പേഴ്സണൽ തോട്ടാണ്. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കോമെൻറ്റ് ചെയ്യുക. അതായത് 2020 അല്ലെങ്കിൽ 2022 ഇറങ്ങിയ ഒരു വാഹനത്തിന് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് ഒരു കടയിൽ ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നൊരു മാറ്റമല്ലേ, അതിപ്പോൾ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ എനിക്ക് 2026 5th ജനറേഷൻ ഫേസ് ലിഫ്റ്റിലെ OEM ചെയ്തിട്ട് പോലും തോന്നുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നിയോ എന്നല്ല കോമെൻറ്റ് ചെയ്യുക. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിൻ്റെ ആ ഒരു ടെയിൽ ലാംപ്സ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് തോട്ട് പോലെയാണുള്ളത്. കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല ഫ്രണ്ടിലെ ഹെഡ് ലാംപ്സിൻ്റെ അകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അവിടെയും ഈ സ്മോക്ഡ് ഫീൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഇതും ആഫ്റ്റർ മാർക്കറ്റ് തോട്ടാണെന്നുള്ളത്. സോ അതാണ് എനിക്കിവിടെ തോന്നിയത്. പിന്നെ അതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു സ്പോയിലർ എലമെൻറ്റ് കാണാൻ സാധിക്കും. ഈ ബമ്പേഴ്സ് റീഡിസൈൻഡ് ആണ്. ഒരു സ്കേർട്ടിങ് ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട ആ ഒരു മെഷ് ഫീലില്ലേ അത് ഇവിടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓബിയസ്ലി HEV ആണ്. ഇതൊരു ഹൈബ്രിഡ് വാഹനമാണ്. അത് മാത്രമല്ല സിറ്റിയുടെ ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കും. റിയറിൽ നമുക്ക് ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടും കൂടി ചെക്ക് ചെയ്യാം. ഇപ്പോഴത്തെ വാഹനത്തിലൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ കാലം കൊണ്ട് സ്വൈപ്പ് ചെയ്ത് തുറക്കാൻ പറ്റും, അല്ലെങ്കിൽ റിമോട്ടിൽ തുറക്കാൻ പറ്റും. സോ അതൊന്നുമില്ല. ഇപ്പോഴും സ്റ്റിൽ നമ്മൾ മാനുവലി തുറക്കണം. അങ്ങനെ തുറക്കുമ്പോൾ ഈ ഒരു വേർഷൻ്റെ അകത്ത് കുറച്ച് ആ ഒരു ബൂട്ട് സ്പേസ് കുറവാണ്. കാരണം ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ബാറ്ററി ബാക്കിലാണ്. ബട്ട് ഇതിൻ്റെ IVTEC വേർഷൻ ലൈക്ക് 1.5 നാച്ചുറലി ആസ്പെക്റ്റഡ് വേർഷനകത്ത് അറൗണ്ട് ഒരു 500 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ഉണ്ട്. അവിടെയും പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല. സോ അത്രേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ റിയർ. ഇനി ഇൻറ്റീരിയേഴ്സിൽ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വന്ന മാറ്റങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. പുതിയ സിറ്റി ഡ്രൈവ് ചെയ്യുന്ന മുമ്പ് ഈ കീൻ്റെ അകത്തുള്ള എൻ്റെ ഫേവറേറ്റ് ഫീച്ചേഴ്സും അതുപോലെ എൻ്റെ അകത്തുനിന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഫീച്ചറുണ്ട്. അതിനുശേഷം നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നമുക്കിതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ലോക്ക് ചെയ്യുക. ഇതൊന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിനകത്ത് ഈ ഒരു ഇൻഡിക്കേറ്റർ വന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനം സ്റ്റാർട്ടായി എന്നുള്ള. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ആ ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്യാതെ, ബട്ട് സ്റ്റിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അമേസ് പോലെയല്ല.
അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, സിറ്റിയിലുള്ള എല്ലാ സെയിം സാധനങ്ങൾ തന്നെയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രോക്സിമിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അതായത് ഞാനിപ്പോൾ കറക്റ്റ് സമയത്ത് തുറക്കും, ബാക്കിയുള്ള വണ്ടികളാണെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ട്, ആ ഡിലേ തീരെ ഇല്ല എന്നുള്ളതാരും കൂടി പറയാം. ഇതെല്ലാം അടിപൊളിയായിരുന്നു. ഇനി ഹോണ്ടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ കയറിയിരുന്നു, ഇത് എൻ്റെ തലയോട് തട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും ലോയിലേക്കാക്കി എന്ന് വിചാരിക്കുക, ആൻഡ് സ്റ്റിൽ എൻ്റെ തല ഇവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എത്ര താഴെ പോയാലും, ഈവൻ നിങ്ങളുടെ ഹൈറ്റ് ഒരു 5'11" മുകളിലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമുക്കിനി ഡ്രൈവിലേക്ക് പോകാം. ഹോണ്ട സിറ്റി 5th ജനറേഷൻ ഒരു ഫേസ് ലിഫ്റ്റ്, അത്രേ ഇതിനെ വിളിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് പ്രോപ്പർ ഹൈബ്രിഡ് ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോണ്ട സിറ്റിയുടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് IV ടെക് ആണെങ്കിൽ ഇത് അറ്റ്കിൻസൺ സൈക്കിളിൽ റൺ ചെയ്യുന്ന എഞ്ചിനും അതുപോലെ തന്നെ മോട്ടോഴ്സും അതുപോലെ തന്നെ ബാറ്ററിയും പവർ ചെയ്യുന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർ ഹൈബ്രിഡ് വേണം, സെഡാനിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല, അത് ഹോണ്ട സിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഫ് കമ്പയർ ടു ഇതിൻ്റെ കോമ്പറ്റീറ്റർ ഇൻ ടേംസ് ഓഫ് ഹൈബ്രിഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സുസുക്കിയുടെ ഹൈബ്രിഡ് ആണെങ്കിലും ഈവൻ അതേ സെയിം സാധനം ടൊയോട്ടയിൽ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നീറ്റാണ്, ക്ലീനാണ് ഇൻ ടേംസ് ഓഫ് വർക്കിംഗ്. അതിപ്പോൾ എങ്ങനെയാണ് ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കിക്കിൻ ചെയ്യുന്നത് നമ്മൾ അറിയില്ല. ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാ വാഹനങ്ങളിലും ബാറ്ററിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ അതറിയില്ല. പക്ഷേ അതിന് ശേഷം നമ്മൾ ഫ്ലോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് പോയതിന് ശേഷം ഇതിൻ്റെ എഞ്ചിൻ ഓൺ ആവില്ലേ, ഈ എഞ്ചിൻ ഓൺ ആകുമ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ പോലും ഇത് ഓണും ഓഫ് ആവുന്നത് നമ്മൾ അറിയില്ല. അവിടെയാണ് നമ്മൾ ഈ ടെക്നോളജിയുടെ അകത്ത് വന്ന് ആ ഒരു മാറ്റത്തെക്കുറിച്ച് പറയാറ്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് Gen 2 വേർഷൻ ഓഫ് ഹൈബ്രിഡാണ്. അപ്പോൾ ഓബിയസ്ലി ഒരു കമ്പാരിസൺ വരും. ആ കമ്പാരിസൻ്റെ അകത്ത് നമ്മളിപ്പോൾ എല്ലാവരും ഹൈ റൈഡറോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറൊക്കെ ഓടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 3 സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഷിവറിങ് വരും. ആ ഒരു സംഭവം ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പറയാറ് ഹോണ്ട സിറ്റിയിനകത്ത് വരുന്ന ഹൈബ്രിഡ് കുറച്ചും കൂടി റിഫൈൻഡ് ആണ് ഇൻ ടേംസ് ഓഫ് ടെക്നോളജി. അപ്പോൾ ഹോണ്ട സിറ്റി 2026 മിഡ് ഫേസ് ലിഫ്റ്റ്, അതായത് 5th ജനറേഷൻ മിഡ് ഫേസ് ലിഫ്റ്റ് ഓടിക്കുമ്പോൾ എന്ത് മാറ്റങ്ങൾ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വലിയ മാറ്റങ്ങളൊന്നുമില്ല. 2022 ഈ ഒരു ഹൈബ്രിഡ് വേർഷൻ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എന്ത് ഫീലാണോ അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ബട്ട് ഹോണ്ട സിറ്റിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ ഹോണ്ട സിറ്റി ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാം. അത് മാത്രമല്ല അധികം കാര്യങ്ങളൊന്നും ഈ ഡ്രൈവിൽ സംസാരിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഈ വാഹനത്തിൻ്റെ ജനറേഷനെ കുറിച്ചും സംസാരിക്കാം. കാരണം ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ടുള്ള നെയിം പ്ലേറ്റ് ഹോണ്ട സിറ്റിയുടെയാണ്. 28 വർഷമായി ഈ പേര് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട്. സോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ്. സ്റ്റിയറിംഗ് ആദ്യം തന്നെ ചങ്കിയാണ്. ഇതാണ് എൻ്റെ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ്. റൗണ്ടാണ്, ഫ്ലാറ്റ് ബോട്ടം ഒന്നുമില്ല. സോ ആ ഒരു ഫീലുണ്ട്, നല്ല ഫീലാണ്, നല്ല ഫീഡ്ബാക്കാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ കൃത്യമായിട്ട് ആ വീലിലേക്ക് പോകുന്നൊരു ഫീൽ കിട്ടുമ്പോൾ തന്നെയാണ് സ്റ്റിയറിംഗ് നല്ലതാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല ഇതൊരു പവർ പാക്ഡായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമല്ല. സോ നമ്മൾ നല്ല രീതിക്ക് ക്രൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ കൂടെ തന്നെ ADAS ഒക്കെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ആ സെറ്റപ്പും കൃത്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന സ്റ്റിയറിംഗ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. സോ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ജർമ്മൻ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അല്ല അത് യൂസ് ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ നമ്മുടെ കാര്യം കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് നടക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് സ്റ്റിയറിങ്ങിനെ കുറിച്ച്. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം, എല്ലാ വാഹനത്തിലും ഇതുപോലെ ആക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്ന AC ക്ലസ്റ്റർ. അപ്പോൾ ഹോണ്ട സിറ്റിയുടെ ACയുടെ ക്ലസ്റ്ററും അതുപോലെ ഈ സെറ്റപ്പ് എല്ലാം അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു 4th ജനറേഷനിൽ എവിടെയാണ് അവർക്ക് ടച്ച് ആയത്, ബാക്കിയെല്ലാം ഇവർ ഫിസിക്കൽ ബട്ടൺസിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരെ വണ്ടി ഓടിക്കുകയാണ്, ഞാൻ നല്ല സ്പീഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഞാൻ ടെമ്പറേച്ചർ മാറ്റുമ്പോൾ അതിവിടെ നമുക്ക് ഈ ഒരു ശബ്ദം കണ്ടില്ലേ, ഇത് അറിയിക്കും തനിക്ക് അത് മാറിയെന്ന്. അത് മാത്രമല്ല തന്നെ ഇവിടെ ചെറിയൊരു ഗ്രാഫിക്കലി ഒരു സംഭവം ഉണ്ട്. ലൈക്ക് ചൂടാകുമ്പോൾ അത് റെഡ് ആവും, അതുപോലെ തന്നെ തണുപ്പിക്കുമ്പോൾ അത് ബ്ലൂ ആയി മാറും. ഫാൻ സ്പീഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് കൂട്ടും കുറയ്ക്കാൻ ചെയ്യണം. വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ എല്ലാ സാധനവും പ്രോപ്പറാണ്. പിന്നെ സീറ്റ് വെന്റിലേഷൻ, അപ്പോൾ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് ഏറ്റവും കൃത്യമായിട്ട് സ്ഥലത്താണ് ഹോണ്ട സിറ്റിയിലുള്ളത്. ഇപ്പോൾ ടാറ്റയുടെ വണ്ടികളിലാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ കൈയിട്ടെടുക്കണം. ചില വണ്ടികളുടെ അകത്ത് ഇൻഫോ സ്ക്രീനിൻ്റെ അകത്താണ്, പക്ഷേ ഇത് കറക്റ്റ് സ്ഥലത്താണ്. ജസ്റ്റ് ഓണും ഓഫ് ചെയ്യാൻ ഒരൊറ്റ ടച്ച് മതി. സോ അഗെയിൻ 10 out of 10 ഫോർ ദിസ്. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതിനകത്ത് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ആക്ച്വലി ഇത് ഡിജിറ്റലാണ്, ബട്ട് നമുക്കിതിനകത്ത് ഡിജിറ്റൽ ഫീൽ വളരെ കുറവും, പക്ഷേ ആ പഴയ ഓൾഡ് സ്കൂൾ അനലോഗ് ഫീൽ ഫുൾ ടൈം തരും. അതായത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സ്പീഡോമീറ്ററൊക്കെ
സംഭവം ഡിജിറ്റലാണെങ്കിൽ പോലും നമുക്ക് അനലോഗ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഡിജിറ്റൽ കാര്യങ്ങൾ ഡിജിറ്റലായിട്ട് ഫീൽ ചെയ്യും. ഇനി ഏത് സമയത്ത് വണ്ടി ഓടിച്ചാലും നമുക്ക് ഇതിൻ്റെ റീഡ് ഔട്ട്സ് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഫോണ്ടൊക്കെ പ്രോപ്പറാണ്. അപ്പോൾ ഇത് സ്റ്റിൽ ദ ബെസ്റ്റാണ്. 2020 മുതൽ നമ്മളിത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 26 ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും ഇതിലോട് നമുക്കൊരു മടുപ്പ് വരില്ല. വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ ഹോണ്ട സിറ്റിയുടെ വേറെ പ്രത്യേകത ഇതിൻ്റെ ഡ്രൈവ് സെലക്ടേഴ്സിൻ്റെ സ്പേസിംഗ് ആണെങ്കിലും ഇതിൻ്റെ എർഗണോമിക്സ് ആണെങ്കിലും ഈവൻ ഇത് വർക്ക് ചെയ്യുന്ന രീതിയാണെങ്കിലും പെർഫെക്റ്റ് ആണ്. അവിടെ എവിടെയും നോ കംപ്ലയിൻറ്റ്സ്. പിന്നെ റൈഡ് ക്വാളിറ്റി 2022 സെയിം റൈഡ് ക്വാളിറ്റി ആണെങ്കിൽ പോലും നമുക്ക് എവിടെയും ഇപ്പോൾ നമ്മൾ കുറേ അഡാപ്റ്റീവ് സസ്പെൻഷനുള്ള വാഹനങ്ങൾ അങ്ങനെ കുറേ സ്ഥലത്തിലൊക്കെ ഇരിക്കണമെങ്കിൽ പോലും നമുക്ക് ബോറടിക്കില്ല. നമുക്ക് ഹൈ ക്രൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ക്രൂസ് ചെയ്യുമ്പോഴും നമുക്ക് എവിടെയും ഒരു ഫറ്റീഗ് അങ്ങനത്തെ സാധനമൊന്നും വരില്ല. ഒരു കാലത്ത് ഹോണ്ട സിറ്റിയുടെ സീറ്റ്സ് ആയിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി നല്ല നല്ല കമ്പനികളും ബ്രാൻഡുകളൊക്കെ പല ടൈപ്പ് ഓഫ് സീറ്റ്സൊക്കെ ഇറക്കി, എർഗോ സീറ്റ്സൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആവാമായിരുന്നു തോന്നും ഇൻ ടേംസ് ഓഫ് സൈസ്. ബട്ട് സ്റ്റിൽ അവിടെ എവിടെയും ഒരു കംപ്ലയിൻറ്റ്സ് ഇല്ല. പിന്നെ ബാക്കിയെല്ലാം സെയിമാണ്. റിയറിൽ സ്പേസും ഒരു വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വാഹനം ഒരു സെഡാനാണ്. സോ 3 സ്പേസ് ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് ഈ വാഹനത്തിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് ഈ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ 2022 മുതൽ സ്റ്റിൽ ദ സെയിം ആണ്. പക്ഷേ 2026 എത്തുമ്പോൾ ഇവർക്ക് കുറേ സാധനങ്ങളിൽ മാറ്റം വരുത്താമായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഈ ഒരു സാധനം ഇതിനെ എങ്ങനെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ഓഡ് പ്ലേസ്മെൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊക്കെ കാണണമെങ്കിൽ ഒന്ന് എത്തി നോക്കേണ്ടി വരും. സൈഡിൽ നിന്നാണെങ്കിൽ പിന്നെ തീരെ കാണില്ല എന്ന് പറയാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്. ഇനി പോട്ടെ, പ്ലേസ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷേ ഇതിനകത്തുള്ള ഫോൺസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. ഈവൻ ക്യാമറ, അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തിരിക്കാൻ വേണ്ടി ഇവർ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ലെയിൻ വാച്ച് ക്യാമറ. ഈ ലെയിൻ വാച്ച് ക്യാമറയുടെ ക്വാളിറ്റി 10 വർഷം ബാക്കിലാണ്. അപ്പോൾ ബേസിക്കലി അവർക്കറിയാം 2026 ഒരു ഫേസ് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കാമായിരുന്നു. സോ ഇത് ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ ഒരു സംഭവത്തിൽ. ഇനിയിപ്പോൾ അതിനകത്ത് എഡാസ് ഉണ്ട്. എഡാസിനെ കുറിച്ച് കുറ്റം ഞാൻ പറയില്ല. പക്ഷേ ഇതിൻ്റെ ചില ഫീച്ചേഴ്സ്, ഇപ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്നൊരു ഫീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളിപ്പോൾ നോർമലി ലെയിൻ കീപ്പ് ഫീച്ചർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് കൈയെടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ നോർമലി എല്ലാ വണ്ടിയിലും 1 മിനിറ്റ് വരെയാണ് വരിക. 1 മിനിറ്റിന് ശേഷം ബീപ്പ് വരും. ആ ബീപ്പ് വരുമ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് കട്ടാവില്ല. ബട്ട് സ്റ്റിയറിങ്ങിൻ്റെ അഡാപ്റ്റേഷൻ കട്ടാവുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇത് രണ്ടും കട്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതൊരു നെഗറ്റീവ് സംഭവമായിട്ട് തോന്നി. അത് മാത്രമല്ല പ്രോപ്പറായിട്ട് ലെയിൻ മാർക്ക്ഡ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു വണ്ടി ആ ഒരു ലെയിൻ ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചെറിയ മാർക്കേഴ്സ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യില്ല. അവിടെയാണ് ഈ കൊറിയൻ വണ്ടികളും അതുപോലെ ഇപ്പോൾ പുതിയ ജനറേഷൻ മഹീന്ദ്ര വണ്ടികളൊക്കെ മാറി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അഡാപ്റ്റേഷൻ ഇതിൻ്റെ അകത്ത് വരാമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വണ്ടിയെക്കുറിച്ച്. ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. കാരണം ഈ വണ്ടിനകത്ത് കുറേ സംഭവങ്ങൾ കൊണ്ടുവരാമായിരുന്നു, കുറേ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാമായിരുന്നു. ബട്ട് സ്റ്റിൽ ഹോണ്ട വിചാരിച്ചു ഇത് റിലയബിൾ മെഷീനാണ്, ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല കേട്ടോ. ഈ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടന്നോളും കാലങ്ങളോളം. ബട്ട് നമ്മൾ ഒരു പുതിയ ജനറേഷനിലാണ്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ശക്തമാവുമ്പോൾ ചില കാര്യങ്ങൾ അത് മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനറേഷനെ കുറിച്ചാണ്. സോ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 5th ജനറേഷൻ ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ 1998 ആദ്യമായിട്ട് ഹോണ്ട സിറ്റി ഇന്ത്യയിൽ വരുന്നത്. ആ ഒരു കാലത്ത് DCM ഡേവുവിൻ്റെ CLO ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒപ്പലിൻ്റെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു വാഹനമായിരുന്നു. നിങ്ങൾ ഓർക്കുക 1998 മുതൽ തന്നെ ഈ വണ്ടിനകത്ത് ഓട്ടോമാറ്റിക് ലഭ്യമാണ്. ലൈക്ക് അന്ന് തുടങ്ങിയ ഓട്ടോമാറ്റിക്കാണ്. ആൻഡ് സ്റ്റിൽ ഈ വണ്ടിനകത്ത് ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടും. അപ്പോൾ അതായിരുന്നു Gen 1. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2003 Gen 2 വരുന്നത്. അപ്പോൾ Gen 2 പേരുണ്ടായിരുന്നു, ഡോൾഫിൻ. യെസ്, അങ്ങനെ അത് അറിയപ്പെട്ടായിരുന്നു. അതായത് അത്രയും കാലം ആ വാഹനം ഒരു പ്രോപ്പർ ഒരു മാച്ചോ സെഡാൻ പോലത്തെ ഒരു രൂപമാണെങ്കിൽ അവിടുന്ന് നേരെ അത് മാറി ഒരു ഡോൾഫിൻ പോലെയായി. അപ്പോൾ വണ്ടി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നു ഇൻ ടേംസ് ഓഫ് എല്ലാം കൊണ്ടും. ബട്ട് സ്റ്റിൽ പീപ്പിൾ ആ ഒരു ഷേപ്പിന് നന്നായിട്ട് മിസ് ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാ വാഹനങ്ങൾക്കും വരുന്ന പ്രശ്നമാണ്. കാരണം ഒരു ജെന്ന് മറ്റേ ജെന്നിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു ജെന്ന് നന്നായി തോന്നും. അതിനുശേഷം കുറേ കഴിയുമ്പോൾ അവർ അഡാപ്റ്റ് ചെയ്യും. സോ ആദ്യത്തെ കുറച്ച് ഫേസിൽ ഡോൾഫിൻ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ആളുകളത് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അങ്ങനെ 2003 മുതൽ 2008 വരെയാണ് ഡോൾഫിൻ വിറ്റത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ജനറേഷൻ അറൗണ്ട് 80,000 to 90,000 വണ്ടി വിറ്റുണ്ടെങ്കിൽ Gen 2 അതിൻ്റെ ഡബിൾ ചെയ്തു ഇവരുടെ ടോട്ടൽ സെയിൽസിനെ. അതിനുശേഷം Gen 3 വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പേരുണ്ട് കേട്ടോ. Gen 3 പേരായിരുന്നു ആരോ ഷോട്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ആരോ ഡൈനാമിക്കലിയാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. കാരണം ഡോൾഫിൻ കുറച്ചും കൂടി ഒരു വേറെ രീതിക്കുള്ള, ഇപ്പോൾ നമുക്ക് വിൻസറൊക്കെ ഇല്ലേ, ഇപ്പോൾ വിൻസറിൻ്റെ ഒക്കെ വേറെ വേർഷൻ എന്ന് പറയാം ആ കാലത്ത്. സോ ആരോ ഷോട്ട് വന്നു. ആരോ ഷോട്ട് വന്നപ്പോൾ വീണ്ടും റിഫൈൻമെൻറ്റ് കൂട്ടി. ഇൻ ടേംസ് ഓഫ് പവറിലൊക്കെ മാറ്റം വന്നു. വണ്ടി കുറച്ചും കൂടി ഈ പറഞ്ഞ നമ്മൾ പറയില്ലേ കംഫർട്ട്, അത് ഓറിയൻറ്റഡ് ആക്കി. അങ്ങനെയാണ് ആളുകൾ കംഫർട്ടിന് വേണ്ടിയിട്ട്
വണ്ടി വാങ്ങി തുടങ്ങിയത്. അതായത് ലക്ഷറി ബേസ് കംഫർട്ടിലേക്ക് വണ്ടി വന്നു തുടങ്ങി. അത് മാത്രമല്ല അതിനകത്ത് കുറേ സംഭവങ്ങൾ വന്നു. ലൈക്ക് അതിലാണ് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് CD ഒക്കെ ഉള്ള കാലമാണ്. അപ്പോൾ CD ഒന്നും ഇല്ലാതെ തന്നെ USB ഒക്കെ കുത്താൻ പറ്റുന്ന അത്രയും ടെക്നോളജി ഭീകരമാരായി മാറി. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ തന്നെയാണ് എല്ലാ വാഹനങ്ങളും E20 കേപ്പബിളായി മാറിയത് 2009 മുതൽ. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു തേർഡ് ജനറേഷൻ. അതിനുശേഷം തേർഡ് ജനറേഷൻ ഒരു ഫേസ് ലിഫ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഫോർത്ത് ജനറേഷൻ നമുക്ക് 2014 മുതൽ 2020 വരെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ജനറേഷനാണ് ഏറ്റവും കൂടുതൽ വിറ്റ ജനറേഷൻ. ആ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് അത്രയും ഇഷ്ടമായിരുന്ന ജനറേഷൻ. ഈവൻ Gen 5 ലോഞ്ച് ചെയ്തിട്ട് പോലും അവർ Gen 4 ഡിസ്കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു Gen 5 വന്നിട്ട് ടോപ്പ് എൻഡിൽ Gen 5ഉം അതുപോലെ ലോ എൻഡിൽ Gen 4 ആണ് അവർ വിറ്റത്. സോ ആ ഒരു വാഹനം വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ ഫേവറേറ്റ് ഹോണ്ട സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും Gen 4. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പഴയ യൂസ്ഡ് ഹോണ്ട സിറ്റി നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് Gen 4 കൺസിഡർ ചെയ്യാം. കുറച്ച് സെയിൽസിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും, ഏകദേശം ഒരു 2.5 to 3.5 lakhs കൊടുക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ ആ ഒരു പൈസയ്ക്ക് അത് വാല്യൂ ഫോർ മണിയാണ്. അങ്ങനെ 2020 ജനറേഷൻ 5 വരുന്നത് ഒഫീഷ്യലി. നമ്മൾ ഓടിക്കുന്ന വാഹനം ജനറേഷൻ 5ൻ്റെ ഫേസ് ലിഫ്റ്റ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇൻ ടേംസ് ഓഫ് മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതിപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഹൈബ്രിഡ് 2022 വന്നത്. ബട്ട് സ്റ്റിൽ അവിടുന്ന് വലിയ മാറ്റങ്ങളൊന്നും മെക്കാനിക്കലി വാഹനത്തിന് വന്നിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഹോണ്ട സിറ്റിയുടെ ഒരു ടോട്ടൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാൽ വാഹനങ്ങളൊക്കെ വരും പോവും, പക്ഷേ ഹോണ്ട സിറ്റി കാലങ്ങൾ മാറുന്നതനുസരിച്ച് വലിയ ഫീച്ചേഴ്സ് ഒന്നും വന്നില്ലെങ്കിൽ പോലും ആളുകൾ ഈ ഒരു വാഹനത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 28 വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡ് നെയിം ഇതുപോലെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ബട്ട് ഹോപ്പ്ഫുള്ളി അടുത്തൊരു അപ്ഡേഷൻ്റെ അകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ചാണ്. സോ ഇതല്ലാതെ തന്നെ ഹോണ്ട സിറ്റിയുടെ ഫേമസ് ആയിട്ടുള്ള IV ടെക്കും കൂടിയുണ്ട്. അപ്പോൾ IV ടെക് കിക്കിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹോണ്ട സിറ്റി ഓടിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് യോ എന്ന് പറഞ്ഞ വാക്ക്. അപ്പോൾ വേറെ ഒന്നുമില്ല, ബേസിക്കലി അറിയാത്തവർക്കുള്ള കാര്യമാണ്. അതായത് ഹോണ്ട സിറ്റിയുടെ IV ടെക് വാഹനങ്ങളൊക്കെ ശരിക്കും അന്യനെ പോലെയാണ് ഞാൻ പറയാറ്. അന്യൻ എന്ന് പറയുമ്പോൾ 2 ഫേസ് ഉണ്ട്. ഒന്ന് നമ്മൾ കാമായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി നൽകും. പക്ഷേ അതന്നെ നമ്മൾ കിക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 3500 മുതൽ 6000 RPM അകത്ത് ബാൻഡ് വീട്ടിൽ നമ്മൾ ഫ്ലോർ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ടെർബോ കിക്കിൻ അന്നത്തെ കാലത്തില്ല. അപ്പോൾ അവിടെ VTEC കിക്കിങ്ങാണ്. അങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എയറും അതുപോലെ തന്നെ ഫ്യൂവലും മിക്സ്ചർ കൂടും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ വാഹനം അമ്പിന്ന് അങ്ങനെ അന്യനായി മാറും. അപ്പോൾ ഇതാണ് IV ടെക്കിൻ്റെ മൊത്തത്തിലെ കഥ. സംഭവം ഹോണ്ട സിറ്റി ഹൈബ്രിഡ് ആണല്ലോ, സ്പീഡൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ശബ്ദം വരും. കുറച്ച് NVH ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 150-160 സുഖമായിട്ട് പോകാൻ പറ്റും. ഇവിടെയാണ് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. നമ്മൾ എത്ര ഹൈ സ്പീഡ് ചെയ്താലും വണ്ടി കയ്യിൽ നിന്ന് പോകില്ല, ഈവൻ അത്ര വലിയ ടയറൊന്നും അല്ലെങ്കിൽ പോലും. അപ്പോൾ ഫണ്ണില്ല എന്നൊന്നുമില്ല, ഫണ്ണൊക്കെ ഉണ്ട് ഹൈബ്രിഡ് വാങ്ങിയാലും. ബട്ട് ഈ ഒരു ശബ്ദമല്ലേ ഇത് നിങ്ങൾ കുറച്ച് കേട്ടോണ്ടിരിക്കും. ഒരു എനർജറ്റിക് ശബ്ദമല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ ഡു അപ് ടു 160 to 180 ഈസിലി. സോ ഹോണ്ട സിറ്റി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ റിയർ സീറ്റ് കംഫേർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ എവിടെയും വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു സീറ്റ്സിൻ്റെ ഹെഡ് റെസ്റ്റിൽ ചെറിയ മാറ്റം ഫീൽ ചെയ്യാറുണ്ട്, ഫാബ്രിക്സിൽ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിയറിൽ AC വെൻസ് ഉണ്ട്, USB-C വന്നിട്ട് അത് ആഡ് ഓൺ ആണ്, 2 USB-C ഉണ്ട്. ബട്ട് സ്റ്റിൽ മിസ് ഔട്ട് ചെയ്ത 2 കാര്യങ്ങളാണ് 2 വിൻഡോയിലും സൺ ബ്ലൈൻഡ്. ബട്ട് ഈ ഒരു സീറ്റൊക്കെ ഫ്രണ്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 ഫൂട്ടറിനൊക്കെ സുഖമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് സ്ഥിരം വരുന്നൊരു സംശയമാണ്, കാരണം ഹോണ്ട സിറ്റി ഏത് ജനറേഷൻ ഇറക്കിയാലും അവർ റിയറിലെ ഹെഡ് റെസ്റ്റിൻ്റെ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുക്കാറില്ല. അതുമാത്രമല്ല ഈ റാം റെസ്റ്റിനെ ഇവരൊക്കെ ആക്ച്വലി സ്ട്രേറ്റ് ആക്കി നിർത്താൻ മാറുന്നു, പക്ഷേ സ്റ്റിൽ ഇതിൽ പോയി ലേ ഔട്ട് ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടോ ബാക്കിൽ, ഞാൻ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. കാരണം ഞാനത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏതൊരു ഹോണ്ട സിറ്റി കയറിയാലും ഇതൊക്കെ കോമൺ ആണ്. അതുപോലെ തന്നെ ഹോണ്ട സിറ്റി വാഹനത്തിൻ്റെ ഹൈബ്രിഡ് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഈ ഭാഗത്ത് ഒരു എയർ ഇൻടേക്ക് കാണാൻ സാധിക്കും. ബേസിക്കലി അത് ആ ഒരു ബാറ്ററീനെ കൂൾ ചെയ്യാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഏത് ഹൈബ്രിഡ് വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പറ്റുമെങ്കിൽ ഈ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് ഓടിക്കുക, മാക്സിമം പൊടിയിലൊക്കെ ഇറക്കാതിരിക്കുക. അങ്ങനെ പൊടിയാണ് ഏറ്റവും വലിയ ശത്രു ഹൈബ്രിഡിൻ്റെ. സോ മാക്സിമം അങ്ങനെ പൊടിയില്ലാതെ ഇരുന്ന വാഹനമാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അത് മാത്രമല്ല പറ്റുമെങ്കിൽ നമുക്കൊരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് വണ്ടീനെ നിങ്ങൾക്ക് തന്നെ വാക്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഈ ഒരു വാഹനത്തിൻ്റെ ഹൈബ്രിഡിനെ കുറച്ചും കൂടി ലൈഫ് നൽകും. സോ നത്തിങ് ഹാസ് ചേഞ്ച്ഡ് ഇൻ ബാക്ക്, സ്റ്റിൽ ഇറ്റ്സ് ദ ഓൾഡ് 2020 ഹോണ്ട സിറ്റി. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ.
കാരണം ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് പറയും ഹോണ്ട സിറ്റിയുടെ ഒരു പുതിയ ജനറേഷൻ്റെ റിവ്യൂവിൻ്റെ അത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, വണ്ടിനകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റമല്ല, എക്സ്റ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളുണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇൻ ടേംസ് ഓഫ് പ്രൈസ് പോലും അവർ സെയിം കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ടിങ് റേഞ്ച് സ്റ്റാർട്ട്സ് ഓൺ ദ സെയിം പ്രൈസ്, വലിയ മാറ്റങ്ങളൊന്നും 11.99 ആണ്. അപ്പോൾ അഫോർഡബിൾ ആണ്. അപ്പോൾ സ്റ്റിൽ നിങ്ങളൊരു ഓൾഡ് സ്കൂളാണ്, നിങ്ങൾക്ക് ഈ പുതിയ ടെക്നോളജിയോടൊന്നും വലിയ താല്പര്യമില്ല, നിങ്ങൾക്ക് വേണ്ടത് ഒരു റിലയബിൾ മെഷീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു 2026 ഹോണ്ട സിറ്റി കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് ഇത്രയും ദൂരം ഓടിച്ചപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ എല്ലാ വാഹനങ്ങളും നിങ്ങളുടെ അടുത്ത് മാക്സിമം ആ ഒരു സമയത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഏത് റൂട്ടിൽ വണ്ടി ഓടിച്ചാലും ഏത് സാഹചര്യത്തിൽ വണ്ടി ഓടിച്ചാലും എപ്പോഴും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിടുക കാർ ഓടിക്കുമ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.